അക്കൗണ്ടിംഗ് ഫോർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് പ്രീവിയസ് ഇയർലി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തത്. ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ 2022 മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. മാർജിനൽ കോസ്റ്റിങ്ങിലെ എല്ലാ പാർട്ടുകളും നമ്മൾ നേരത്തെ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ അക്കൗണ്ടിംഗ് ഫോർ മാനേജ്മെൻറ്റിലെ എല്ലാ ചാപ്റ്റേഴ്സിനെ കുറിച്ചും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് നേരിട്ട് ക്വസ്റ്റ്യനിലേക്ക് പോകാം. 2022 14ാമത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ഫ്രം ദി ഫോളോയിങ് ഇൻഫർമേഷൻ കാൽക്കുലേറ്റ് ഫസ്റ്റ് വൺ PV റേഷ്യോ, സെക്കൻഡ് വൺ ബ്രേക്ക് ഇവൻ പോയിന്റ് ഇൻ യൂണിറ്റ്സ് ആൻഡ് തേർഡ് വൺ ബ്രേക്ക് ഇവൻ പോയിന്റ് ഇൻ വാല്യൂ. തന്നിരിക്കുന്നത് സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് 20 ആണ്. അതേപോലെ വാരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് 12 ആണ്. ഫിക്സ്ഡ് കോസ്റ്റ് ₹32,000 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് കണ്ടെത്തേണ്ടത് എന്താണ്? PV റേഷ്യോ കണ്ടെത്തണം, ബ്രേക്ക് ഇവൻ പോയിന്റ് ഇൻ യൂണിറ്റ്സ് കണ്ടെത്തണം, ബ്രേക്ക് ഇവൻ പോയിന്റ് ഇൻ വാല്യൂ കണ്ടെത്തണം. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് നമ്മൾ ഇത് മൂന്നിനെയും കണ്ടെത്തുന്നത് എന്നുള്ളത് നോക്കാം. PV റേഷ്യോ കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്താണ്? കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100 ആണ് PV റേഷ്യോ കണ്ടെത്താനുള്ള ഇക്വേഷൻ. കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ 3 ഇക്വേഷൻസ് ആണ് നമ്മൾ മെയിൻലി പഠിക്കുന്നത്. നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന വാല്യൂസിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് കോൺട്രിബ്യൂഷൻ കണ്ടെത്താനുള്ള ഇക്വേഷൻ ഏതെടുക്കാം? കോൺട്രിബ്യൂഷൻ ഈസ് ഈക്വൽ ടു സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ്. കോൺട്രിബ്യൂഷൻ ഈസ് ഈക്വൽ ടു സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്ന ഇക്വേഷനാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നത്. സെയിൽസ് ക്വസ്റ്റ്യനിൽ തന്നത് 20 ആണ്, വേരിയബിൾ കോസ്റ്റ് 12 ആണ്. അപ്പോൾ നമുക്ക് കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് എത്ര കിട്ടും? 8 എന്ന് കിട്ടും. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? PV റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. PV റേഷ്യോ ഇക്വേഷൻ എന്താണ്? കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ സെയിൽസ് ഇൻറ്റു 100 ആണ്. ഓക്കെ, കോൺട്രിബ്യൂഷൻ നമ്മൾ 8 എന്ന് കണ്ടെത്തി. ഇനി സെല്ലിംഗ് പ്രൈസ് എത്രയാണ്? 20 ആണ്. ഇൻറ്റു 100 കണ്ടു കഴിഞ്ഞാൽ നമുക്ക് PV റേഷ്യോ എത്ര കിട്ടും? 40% എന്ന് PV റേഷ്യോ കിട്ടും. ഓക്കെ, ഇനി സെക്കൻഡ് വൺ നമുക്ക് കാണേണ്ടത് എന്താണ്? BP ഇൻ യൂണിറ്റ്സ് ആണ്. ബ്രേക്ക് ഇവൻ പോയിന്റ് ഇൻ യൂണിറ്റ്സ് കണ്ടെത്താനുള്ള ഇക്വേഷൻ ഫിക്സ്ഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ആണ്. ഫിക്സ്ഡ് കോസ്റ്റ് ക്വസ്റ്റ്യനിൽ തന്നത് 32,000 ആണ്. കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് നമ്മൾ കണ്ടെത്തി 8 ആണ്. അപ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടും? 32,000 ഡിവൈഡ് ബൈ 8 കണ്ടു കഴിഞ്ഞാൽ 4,000 യൂണിറ്റ്സ് എന്ന് ബ്രേക്ക് ഇവൻ പോയിന്റ് യൂണിറ്റ്സ് കിട്ടും. ഓക്കെ, ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചത് എന്താണ്? ബ്രേക്ക് ഇവൻ പോയിന്റ് റുപ്പീസ് ആണ്. ബ്രേക്ക് ഇവൻ പോയിന്റ് റുപ്പീസ് കണ്ടെത്താൻ നമുക്ക് ഫിക്സ്ഡ് കോസ്റ്റ് ഇൻറ്റു സെയിൽസ് ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിൽ PV റേഷ്യോ നമ്മൾ ഓൾറെഡി കണ്ടെത്തിയത് കൊണ്ട് ഫിക്സ്ഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ PV റേഷ്യോ എന്ന് പറയുന്ന ഇക്വേഷൻ എടുത്താൽ മതി. അതായത് 32,000 ഡിവൈഡ് ബൈ 40%. 40% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40 ഡിവൈഡ് ബൈ 100 ആണ്. ദാറ്റ് ഈസ് 0.4 ആണ്. അതായത് 32,000 ഡിവൈഡ് ബൈ 0.4 കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ എത്ര കിട്ടും? 80,000 എന്ന് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യേണ്ടത്. ഇനി 2022 22ാമത് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത്. ദി ഫോളോയിങ് ഡാറ്റ ഹാവ് ബീൻ ഒബ്റ്റൈൻഡ് ഫ്രം ദി റെക്കോർഡ് ഓഫ് എ മാനുഫാക്ചറിങ് ഫേം. ഓക്കെ, ഇവിടെ സെയിൽസ് പീരീഡ് 1ൻ്റെത് എത്രയാണ്? 3 lakh ആണ്. പീരീഡ് 2 3,20,000 ആണ്. ദെൻ നെക്സ്റ്റ് വന്നത് ടോട്ടൽ കോസ്റ്റ് ആണ്. 2,60,000 2,70,000. കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്താണ്? ബ്രേക്ക് ഇവൻ പോയിന്റ് സെയിൽസ് കണ്ടെത്തണം. പ്രോഫിറ്റ് വെൻ സെയിൽസ് ആർ ₹3,60,000. ദെൻ നെക്സ്റ്റ് തേർഡ് വൺ സെയിൽസ് റിക്വയർഡ് ടു ഏൺ എ പ്രോഫിറ്റ് ഓഫ് ₹5,000. ഇത്രയും കാര്യങ്ങളാണ് കണ്ടെത്തേണ്ടത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് 2 വർഷത്തെ ഡാറ്റ തന്നു കഴിഞ്ഞാൽ നമുക്ക് PV റേഷ്യോ കണ്ടെത്താനുള്ള ഒരു ഇക്വേഷൻ നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, PV റേഷ്യോ കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്താണ്? ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ സെയിൽസ് ആണ്. ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഡിവൈഡ് ബൈ എന്ത് വരും? ചേഞ്ച് ഇൻ സെയിൽസ് ഇൻറ്റു 100 എന്ന് വരും. പക്ഷെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സെയിൽസ് തന്നിട്ടുണ്ട്, ടോട്ടൽ കോസ്റ്റും ആണ് തന്നത്. സെയിൽസും ടോട്ടൽ കോസ്റ്റും തന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രോഫിറ്റിനെ കണ്ടെത്താൻ പറ്റും. സെയിൽസിൽ നിന്ന് ടോട്ടൽ കോസ്റ്റ് കുറച്ച് കഴിഞ്ഞാലാണ് പ്രോഫിറ്റ് കിട്ടുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇതാണ്. തന്നിരിക്കുന്ന വാല്യൂസിനൊന്ന് മാറ്റുന്നു. അതായത് സെയിൽസും ടോട്ടൽ കോസ്റ്റും തന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് പ്രോഫിറ്റ് കണ്ടെത്താൻ പറ്റും. പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ സെയിൽസിൽ നിന്നും ടോട്ടൽ കോസ്റ്റ് മൈനസ് ചെയ്യുന്നു. അതായത് 3 lakh നിന്നും 2,60,000 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 40,000 എന്ന് കിട്ടും. 3,20,000 നിന്ന് 2,72,000 കുറച്ച് കഴിഞ്ഞാൽ 48,000 എന്ന് കിട്ടും. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ട ഇതാണ്, പ്രോഫിറ്റിനെ കണ്ടെത്തണം. എന്നിട്ട് നമ്മൾ PV റേഷ്യോ കണ്ടെത്താനുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്. ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ സെയിൽസ് ഇൻറ്റു 100 ആണ്. അതായത് പ്രോഫിറ്റ് എത്രയാണ്? 48,000 40,000 ആണ്. 48,000 മൈനസ് 40,000 അതാണ് അതിൻ്റെ ഡിഫറൻസ് ആണ് ചേഞ്ചസ് എന്ന് സൂചിപ്പിക്കുന്നത്.
ഇനി നെക്സ്റ്റ് സെയിൽസ് 3,20,000 ആണ്. 3,20,000 മൈനസ് ഫസ്റ്റ് ഇയറിൽ വരുന്നത് 3 lakh ആണ്. -3 lakh ഇൻറ്റു 100. അപ്പോൾ നമുക്ക് 8,000 ഡിവൈഡഡ് ബൈ 20,000 എന്ന് കിട്ടും. 48,000 നിന്ന് 40 കുറച്ച് കഴിഞ്ഞാൽ 8,000, 3,20,000 3 lakh കുറച്ച് കഴിഞ്ഞാൽ 20,000 ഇൻറ്റു 100. നമുക്ക് ആൻസർ PV റേഷ്യോ എത്ര കിട്ടും? 40% എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ PV റേഷ്യോ കണ്ടെത്തിയാലേ നമുക്ക് ബാക്കിയുള്ളത് കണ്ടെത്താൻ പറ്റും. അതിനാണ് നമ്മൾ ആദ്യം PV റേഷ്യോ കണ്ടെത്തുന്നത്. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചത് ബ്രേക്ക് ഇവൻ പോയിന്റ് കണ്ടെത്താനാണ്. ബ്രേക്ക് ഇവൻ പോയിന്റ് കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്താണ്? PV റേഷ്യോ അറിയാമെങ്കിൽ ഫിക്സ്ഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ PV റേഷ്യോ എന്നുള്ളതാണ്. ഓക്കെ, പക്ഷെ ഇവിടെ നമുക്ക് ഫിക്സ്ഡ് കോസ്റ്റ് അറിയില്ല. ഫിക്സ്ഡ് കോസ്റ്റ് കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്താണ്? കോൺട്രിബ്യൂഷൻ മൈനസ് പ്രോഫിറ്റ് എന്നുള്ളതാണ് ഫിക്സ്ഡ് കോസ്റ്റ് കണ്ടെത്താനുള്ള ഇക്വേഷൻ. കോൺട്രിബ്യൂഷൻ നമുക്കറിയില്ല. കോൺട്രിബ്യൂഷൻ PV റേഷ്യോ അറിയാമെങ്കിൽ നമുക്ക് കണ്ടെത്താൻ പറ്റും. കോൺട്രിബ്യൂഷൻ ഈസ് ഈക്വൽ ടു എന്താണ്? സെയിൽസ് ഇൻറ്റു PV റേഷ്യോ ആണ്. ഇവിടെയും കൺഫ്യൂഷൻ വരും. 2 സെയിൽസ് ഉണ്ട് ക്വസ്റ്റനിൽ. ഏതെങ്കിലും ഒരു സെയിൽസ് നമുക്ക് എടുക്കാം. പക്ഷെങ്കിൽ എടുക്കുന്ന സെയിൽസിൻ്റെ പ്രോഫിറ്റ് തന്നെ ഇവിടെ നമ്മൾ ഫിക്സ്ഡ് കോസ്റ്റ് കാണാൻ അപ്ലൈ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ 3 lakh ഒന്നാമത്തെ വർഷത്തെ ഫസ്റ്റ് പീരീഡിൽ 3 lakh ആണ് സെയിൽസ്. അതിനെ PV റേഷ്യോ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതായത് സെയിൽസിൻ്റെ PV റേഷ്യോ ആണ്. 40 ഡിവൈഡ് ബൈ 100 കണ്ടു കഴിഞ്ഞാൽ 1,20,000 എന്ന് കോൺട്രിബ്യൂഷൻ്റെ വാല്യൂ കിട്ടും. അപ്പോൾ നമുക്ക് ഫിക്സ്ഡ് കോസ്റ്റിൻ്റെ ഇക്വേഷനിൽ കൊടുക്കാം. കോൺട്രിബ്യൂഷൻ എത്രയാണ്? 1,20,000 ആണ്. മൈനസ് പ്രോഫിറ്റ് എത്രയാണ് ക്വസ്റ്റനിൽ തന്നത്? 40,000 ആണ്. അതായത് ഫസ്റ്റ് പീരീഡിലുള്ള പ്രോഫിറ്റ് 40,000 ആണ്. അപ്പോൾ നമുക്ക് ഫിക്സ്ഡ് കോസ്റ്റ് 80,000 എന്ന് കിട്ടും. ഫിക്സ്ഡ് കോസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്ക് ഇവൻ പോയിന്റ് കണ്ടെത്താൻ. ബ്രേക്ക് ഇവൻ പോയിന്റ് ഈസ് ഈക്വൽ ടു എന്താണ്? 80,000 ഡിവൈഡ് ബൈ 40%. ദാറ്റ് ഈസ് 40% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 40 ഡിവൈഡ് ബൈ 100 ആണ്. 80,000 ഡിവൈഡ് ബൈ 0.4 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 lakh എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? രണ്ടാമത്തത് പ്രോഫിറ്റ് ആണ് ചോദിച്ചത്. പ്രോഫിറ്റ് വെൻ സെയിൽസ് ആർ ₹3,60,000 എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഇപ്പോൾ പ്രോഫിറ്റ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? കോൺട്രിബ്യൂഷനിൽ നിന്ന് ഫിക്സ്ഡ് കോസ്റ്റ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. പക്ഷേ സെയിൽസ് മാറുമ്പോൾ കോൺട്രിബ്യൂഷൻ മാറും. അപ്പോൾ പുതിയ കോൺട്രിബ്യൂഷൻ നമ്മൾ കണ്ടെത്തണം. സെയിൽസിൻ്റെ PV റേഷ്യോ തന്നെ അപ്ലൈ ചെയ്യുന്നു. പുതിയ സെയിൽസ് എത്രയാണ്? 3,60,000 ആണ്. ഇൻറ്റു 40 ഡിവൈഡ് ബൈ 100 കണ്ടു കഴിഞ്ഞാൽ 1,44,000 എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ പ്രോഫിറ്റ് കാണാനുള്ള ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുന്നു. പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? കോൺട്രിബ്യൂഷൻ മൈനസ് ഫിക്സ്ഡ് കോസ്റ്റ് ആണ്. 1,44,000 ആണ് പുതിയ കോൺട്രിബ്യൂഷൻ. അതിൽ നിന്ന് 80,000 കുറക്കുന്നു. അപ്പോൾ 64,000 എന്ന് പ്രോഫിറ്റിൻ്റെ വാല്യൂ കിട്ടും. ഓക്കെ, ഇനി നെക്സ്റ്റ് മൂന്നാമത് ചോദിച്ച ക്വസ്റ്റ്യൻ എന്താണ്? സെയിൽസ് റിക്വയർഡ് ടു ഏൺ എ പ്രോഫിറ്റ് ഓഫ് ₹5,000 എന്നുള്ളതാണ്. അതിന് ഇക്വേഷൻ എന്താണ്? ഫിക്സ്ഡ് കോസ്റ്റ് പ്ലസ് ഡിസൈർഡ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ PV റേഷ്യോ എന്നുള്ളതാണ്. ഫിക്സ്ഡ് കോസ്റ്റ് എത്രയാണ്? 80,000 ആണ്. ഡിസൈർഡ് പ്രോഫിറ്റ് 5,000 ആണ്. ഡിവൈഡ് ബൈ 40%. അതായത് 85,000 ഡിവൈഡ് ബൈ 40% എന്ന് പറഞ്ഞാൽ 40 ഡിവൈഡ് ബൈ 100 ആണ്. 0.4 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? 2,12,500 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലാണ് ഇതിനെ വർക്കൗട്ട് ചെയ്യേണ്ടത്. ജസ്റ്റ് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക. മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് നോക്കുക എക്സാം ഹാളിലേക്ക് പോകുന്നതിന് മുമ്പ്. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻസിനെയും ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. മാർജിനൽ കോസ്റ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഇനിയും കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്